ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ സീബ് ബീച്ചാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊക്കെ ബീച്ച് ഏരിയ തന്നെയാണ്. സീബിൻ്റെ ഒരു സൈഡാണ് ഇതൊക്കെ. സീബ് മാർക്കറ്റ് ആ ഏരിയ എത്തണുള്ളൂ. ഇതതിൻ്റെ തൊട്ട് മുമ്പുള്ള ഏരിയയാണ്. നൈറ്റ് ടൈം ആയാലും ഇതേപോലത്തെ ബൈക്കേഴ്സ് കൂടുതൽ വരുന്ന ഏരിയയാണ് സീബ് ബീച്ചിൻ്റെ ഏരിയ. നമ്മളെ മുന്നിൽ തന്നെ കാണാം. ഇങ്ങനത്തെ ഗ്യാങ്ങായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും മിക്കവാറും സമയത്തൊക്കെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ സീബ് മാർക്കറ്റിൻ്റെ ഏരിയയിലെത്തി. ഇവിടെയാണ് സീബ് മാർക്കറ്റ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് സീബ് മാർക്കറ്റ്. സൂക്ക് സീബ് എന്ന് പറയും. ഏറ്റവും റഷുള്ളൊരു മാർക്കറ്റ് ഏരിയയാണ്, പഴയ ഏരിയയാണ്. ഇവിടെ വലത് ഭാഗത്ത് ബീച്ചിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ആളുകൾ കളിക്കുന്നു. ആളുകൾ വോളിബോൾ കളിക്കുന്നുണ്ട്. അതേപോലെ ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ. ഇതാണ് നമ്മൾ ബീച്ചിന് തൊട്ടടുത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് അകലെയാണ്. പക്ഷെ നോർമലി ഇവിടെ കുറച്ചും കൂടി അടുത്തായിരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അടുത്തെത്തോളം എത്തും. അപ്പോൾ ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബീച്ചിൻ്റെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലാണ്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറയുന്നത്. ഇതാ കാണുന്ന പള്ളീൻ്റെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സീബ് മാർക്കറ്റ് വരുന്നത്. തൊട്ടടുത്താണ്. അതാണ് സീബ് ബീച്ചിൽ മെയിൻ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഏരിയ ഇവിടെയാണ്. ഇവിടെ മെയിനായിട്ട് ബർഗർ, ലോഡർ ഫ്രൈസ്, അങ്ങനെ ഏകദേശം എല്ലാ ഷോപ്പും ആൾ ഫുള്ളായിരിക്കും ഒരു മഗ്‌രിബ് ടൈമായി കഴിഞ്ഞാൽ. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് കുറച്ച് രാത്രി ഓവർനൈറ്റാണ് കുറച്ചും കൂടി ആളുകൾ വരുന്നത്. ഈവനിങ് ടൈമിൽ ആൾ കുറവാണ്. ഇപ്പോൾ രാത്രി 12 മണിയായി. ഈ സമയത്താണ് ഇപ്പോൾ കുറച്ചെങ്കിലും ആളുള്ളത്. ഞാനിപ്പോൾ അവിടെ നിന്ന് കോഫി വാങ്ങി ഇറങ്ങി. ഇനി നമുക്ക് സീബിൽ ബീച്ചിൽ തന്നെ സ്ട്രീറ്റ് പോലെ ഒരു ഏരിയ ഉണ്ട്. അതായത് റണ്ണിങ് അതേപോലെ സൈക്ലിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട്. ആ ഏരിയക്ക് പോവാം. നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഏരിയക്ക് എത്തി ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. ശേഷം ഞാൻ ആ സ്ട്രീറ്റ് കാണിച്ചു തരാം. ഇതാണ് ഈ സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ്. ഇറ്റ്സ് എ വാക്കിംഗ് ആൻഡ് ബൈസിക്കിൾ സ്ട്രീറ്റ്. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അതേപോലെ ഇനി കുറച്ച് അപ്പുറത്തുണ്ട്. ഇവിടെ ദൂരെ വോളിബോൾ കളിക്കുന്ന ആൾക്കാരെ കാണാം. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് അത് നൈറ്റ് വോളിബോൾ കളിക്കുന്നതാണ്. ഇത് കാണുന്ന ബീച്ചാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്താണ് കടൽ. നമുക്കിപ്പോൾ കാണില്ല രാത്രി. ഇവിടെ റമദാനായിട്ട് ഒരുപാട് പുതിയ ഡെക്കറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ രണ്ടാമത്തെ കോഫി ഷോപ്പ് പറഞ്ഞത്. കണ്ട് ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ കാര്യം കാണിച്ചു തരാം. ബീച്ചിൽ ഒരു ഡെക്കറേഷൻ മണലിലാണത്, സാൻഡിൽ ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഇത് പറഞ്ഞാൽ ജിമ്മാണ്, പബ്ലിക് ജിം. ആർക്കാണെങ്കിലും യൂസ് ചെയ്യാവുന്ന ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ജിമ്മാണ്. അത് ബീച്ചിനോട് ചേർന്ന് തന്നെ. ഈ ഏരിയ മൊത്തത്തിലൊരു വാക്കിങ്, ബൈസൈക്ലിങ്, അങ്ങനെ ഫിറ്റ്നസ്സിന് വരുന്ന ആളുകൾക്കാണ് കൂടുതൽ. ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ബീച്ച് സൈഡാണ്. ാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കി ലൈറ്റ് വെച്ചിട്ട്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് ആരുമില്ല. അല്ലെങ്കിൽ ഫുള്ള് സ്ട്രീറ്റ് മുഴുവൻ ഇതേപോലെയുള്ള സൈക്കിൾസ്, അതേപോലെ ഇലക്ട്രിക് ഈ സ്കൂട്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. ഇത് റെൻ്റ് ഔട്ട് ചെയ്യാം അവിടെ.
2 റിയാൽ മുതൽ 1 റിയാൽ 1.5 റിയാൽ 2 റിയാൽ മുതൽ ഇവിടെ റെൻ്റ് ഔട്ടിന് ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഹബ്ബുകൾ. അങ്ങനെ ഈവനിങ്ങും ആളുകൾ എടുക്കണ കുട്ടികൾ എടുക്കണ ഫുള്ള് തിരിക്കും. പക്ഷെ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ആരും ഇല്ല, അതുകൊണ്ട് തന്നെ അതൊന്നും വർക്കിങ്ങും അല്ല, അല്ലെങ്കിൽ ഫുള്ള് അതായിരിക്കും. നമ്മളെ നടത്തം ഏകദേശം കുറച്ച് നേരമായി നടക്കുന്നു. അപ്പോൾ യു ആർ ഗോയിങ് ബാക്ക് ടു കാർ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ്. നമ്മളിവിടെ ജസ്റ്റ് സീബിൽ വാക്ക് സ്ട്രീറ്റിലൊന്ന് വാക്കിങ്ങിന് വന്നതാണ്. റംസാനിൽ നോമ്പ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു വാക്കിന് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ബീച്ചിൻ്റെ ഏരിയയും ഈ ഒരു വാക്ക് സ്ട്രീറ്റൊക്കെ ജസ്റ്റ് കാണിച്ചു തരാൻ കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.